വെളിയങ്കോട് കടലാക്രമണ പ്രദേശത്ത് KP നൌഷാദ് അലി MLA സന്ദർശിച്ചു. ശാശ്വത പരിഹാരം കാണുമെന്ന് MLA അറിയിച്ചു. സ്ഥിരമായി കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് KP നൌഷാദ് അലി MLA പറഞ്ഞു. വെളിയങ്കോട് കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ സന്ദർശിക്കുകയായിരുന്നു MLA. ഈ പ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കുമെന്ന് MLA തീരദേശവാസികൾക്ക് ഉറപ്പു നൽകി. കൂടാതെ മാട്ടുമ്മൽ മേഖലയിൽ ടൂറിസം പദ്ധതി ആലോചനയിലുണ്ടെന്നും MLA സൂചിപ്പിച്ചു. MLAക്കൊപ്പം വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ, മെമ്പർമാരായ റഹ്മത്ത് അംസു, സിദ്ദിഖ്, സുമിത രതീഷ്, KK ബീരാൻകുട്ടി, ഫൗസിയ വടക്കേപ്പുറത്ത്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ നേതാക്കളായ തൗഫിക് തണ്ണിത്തുറ, യൂസഫ് വടക്കേപ്പുറത്ത്, യൂസഫ് ഷാജി, TP മുഹമ്മദ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. വെളിയങ്കോട് പഞ്ചായത്തിലെ തീരദേശത്തെ കടലാക്രമണം കൊണ്ട് ആളുകൾ പൊറുതിമുട്ടിയ രൂക്ഷമായ പ്രദേശമാണിത്. ഇത് ഒരുപാട് കാലമായിട്ട് ആളുകൾ ഈ പ്രതിസന്ധിയെ നേരിടുകയാണ്. അപ്പോൾ ഇങ്ങനെ താൽക്കാലികമായിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വർക്കുകൾ വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ ചെറിയ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമേ ഒരു സുരക്ഷിതത്വം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊരു സമ്പൂർണ്ണമായിട്ട് ഞങ്ങളിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, വൈസ് പ്രസിഡന്റുണ്ട്, പിന്നെ പ്രതിപക്ഷത്തുള്ള ബീരാൻകുട്ടി സാഹിബുണ്ട്, ഫൗസി, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ TP പോലെയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഞങ്ങളിവിടെ ചർച്ച നടത്തിയപ്പോൾ ഈ വെളിയങ്കോട് പഞ്ചായത്തിൻ്റെ തീരദേശം മൊത്തം 2 കിലോമീറ്ററോളം തീരദേശം ഇത്തരത്തിൽ കടൽഭിത്തി ആവശ്യമായിട്ടുള്ളതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രത്യേക പദ്ധതിയും ഒരു പ്രത്യേക ഒരു നീക്കവുമൊക്കെ ഉണ്ടാവുമ്പോഴേ ഈ വലിയ തുക അനുവദിച്ച് കിട്ടുകയുള്ളൂ. സമാനമായിട്ട് പെരുമ്പടപ്പ് പഞ്ചായത്തിലുണ്ട്, പിന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലുണ്ട്. അപ്പോൾ സമ്പൂർണ്ണമായിട്ടൊരു 6-7 കിലോമീറ്റർ കടൽഭിത്തിയുടെ ആവശ്യം ഈ പൊന്നാനി നിയോജകമണ്ഡലത്തിലുണ്ട്. അതിന് 2 കിലോമീറ്റർ എങ്കിലും വെളിയങ്കോട് പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയും MLAയും അതുപോലെ തന്നെ മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള എല്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടിക്രമങ്ങൾ അടുത്ത നാളുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും. കാരണം ഇത് നമുക്കൊരു എസ്റ്റിമേറ്റും പ്രൊജക്റ്റും ഒക്കെ ആയിട്ട് വിവിധ വകുപ്പുകളൊക്കെ താണ്ടി അങ്ങനെ ഒരു ധന അനുമതിയൊക്കെ കിട്ടി അങ്ങനെ ഒരുപാട് സാങ്കേതികത്വമൊക്കെ മറികടക്കേണ്ട ഒരു പ്രയത്നമാണിത്. ആ പ്രയത്നം നമുക്ക് തുടക്കമിടാം. പഞ്ചായത്തും ഞങ്ങളും MLA ഒക്കെ കൂടി ചേർന്ന് അതിന് തുടക്കമിടുകയാണ്. പഞ്ചായത്ത് ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ അതിനോടൊപ്പം നിൽക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. MLA എന്നുള്ള നിലയിൽ ഞാനും അതിനോടൊപ്പം നിൽക്കും. അങ്ങനെ ആരോഗ്യകരമായ ഇത്തരം വികസന കാര്യങ്ങളിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും നമുക്ക് ഈ വെളിയങ്കോട് തീരദേശം സമ്പൂർണ്ണമായിട്ട് കടൽഭിത്തി പണിയുന്നതിൻ്റെ ഭരണ സാങ്കേതിക അനുമതികൾ വാങ്ങി ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാക്കി അതിൻ്റെ ഒരു പ്രവൃത്തി തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിലേക്ക് മാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങളെല്ലാവരും സംയുക്തമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വെറും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് ജോലി കിട്ടുമോ? തീർച്ചയായും ഇല്ല. പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് സ്പെഷ്യൽ സ്കില്ലുകളാണ്. അത്തരമൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണ്. MTM കോളേജ്, ലേൺ ടുഡേ, ലീഡ് ടുമോറോ.